Hi developers, welcome to my channel Code with Anu. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ റിയാക്ട് ജെഎസിൽ ഡിസ്കസ് ചെയ്തത് ഇവന്റ് ബൈൻഡിങ് ആയിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അതായത് പാരന്റ് കോമ്പോണന്റും ചൈൽഡ് കോമ്പോണന്റും റിയാക്ട് ജെഎസിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് പാരന്റിൽ നിന്ന് നമുക്കൊരു ഡാറ്റ ചൈൽഡ് കോമ്പോണന്റിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? പ്രോപ്പ് സബ്ജക്റ്റ് അല്ലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് നമ്മൾ പാസ് ചെയ്തത് ഡാറ്റാസ് ആയിരുന്നു അല്ലെ, അതായത് വേരിയബിൾസും നമ്പേഴ്സും ഒക്കെ ആയിരുന്നു പാസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോമൺ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ആണ് റിയാക്ട് ജെഎസിലെ. അതായത് പാരന്റ് കോമ്പോണന്റും ചൈൽഡ് കോമ്പോണന്റും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോമൺ പാറ്റേൺ ആണ് ഈ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്കൊരു മെത്തേഡ് തന്നെ റിയാക്ട് ജെഎസിൽ എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ചൈൽഡ് കോമ്പോണന്റ് നിന്നിട്ട് പാരന്റ് കോമ്പോണന്റിന്റെ ഫങ്ഷൻസിനെ നമുക്ക് ട്രിഗർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇതൊരു കോമൺ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കോഡിങ്. ഇവിടെ ഞാനൊരു പാരന്റ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ചൈൽഡ് കോമ്പോണന്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പാരന്റ് കോമ്പോണന്റ് ഒരു ക്ലാസ് ആണ്, ചൈൽഡ് കോമ്പോണന്റ് ജസ്റ്റ് ഫങ്ഷണൽ കോമ്പോണന്റ് മാത്രമാണ് കേട്ടോ. ഇവിടെ നമ്മൾ സ്റ്റേറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഒരു സിമ്പിൾ ഫങ്ഷണൽ കോമ്പോണന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിപ്പോ പറഞ്ഞു പ്രോപ്പർട്ടീസ് ആയിട്ട് ഒരു മെത്തേഡ് തന്നെ എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഞാൻ കൺസ്ട്രക്ടറിന്റെ ഉള്ളിൽ ഒരു സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുവാണ്. ഈക്വൽ ടു ഇട്ടു അല്ലെ. ഇതൊക്കെ നമ്മളൊരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി പാരന്റ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ചെയ്യാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഒരു സിമ്പിൾ ഫംഗ്ഷൻ ഹാൻഡിൽ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ഫംഗ്ഷന്റെ അകത്ത് ഒരു അലേർട്ട് മെസ്സേജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ അലേർട്ട് മെസ്സേജിന്റെ അകത്ത് ഈ എക്സസ് ക്ലാസിന്റെ സിന്റാക്സ് നമ്മൾ മറ്റേ പ്ലസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ജാവാസ്ക്രിപ്റ്റിന്റെ സിന്റാക്സും യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മളിപ്പോ ഈ എക്സസിന്റെ സിന്റാക്സ് ആണല്ലോ ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഡോളർ കേർലി ബ്രേസസ് യൂസ് ചെയ്യുന്നത്. ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് പാരന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയെ ജസ്റ്റ് അലൈറ്റ് ചെയ്യാവുന്ന കേട്ടോ. അപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന്റ് ബൈൻഡിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് പ്രോപ്പർട്ടി കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യില്ല എന്ന്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവന്റ് ബൈൻഡിങ്ങും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ദിസ് ഡോട്ട് ഹാൻഡിൽ ക്ലിക്ക് ഈസ് ഈക്വൽ ടു ദിസ് ഡോട്ട് ഹാൻഡിൽ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവന്റ് ബൈൻഡിങ്. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ഇത് കാണാം കേട്ടോ. ദിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബൈൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് പ്രോപ്പർട്ടി അപ്ഡേറ്റ് ആവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഇന്റർഫേസിൽ റെൻഡർ ആവും. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന സ്ഥലത്തെല്ലാം അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ, ഇനി നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അത് നമ്മൾ എന്താ പറഞ്ഞത്? പാരന്റിൽ നിന്ന് ചൈൽഡിലേക്ക് പ്രോപ്പർട്ടീസ് ആയിട്ട് ഈ ഫംഗ്ഷൻ പാസ് ചെയ്യണം എന്നല്ലേ. സോ ഞാനിവിടെ ചൈൽഡ് കോമ്പോണന്റിനെ പാരന്റ് കോമ്പോണന്റിൽ നിന്ന് കോൾ ചെയ്യുവാണ്. ചൈൽഡ് കോമ്പോണന്റിനെ കോൾ ചെയ്യുകയാണ്. നമുക്കൊരു BTN ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ബട്ടൺ ക്ലിക്ക് എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ടിന്റെ അകത്ത് നമ്മൾ പാസ് ചെയ്യുന്നത് ദിസ് ഡോട്ട് ഹാൻഡിൽ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെ നമ്മൾ പാസ് ചെയ്യുവാണ്. ഇങ്ങനെയാണ് ഒരു മെത്തേഡിനെ ചൈൽഡ് കോമ്പോണന്റിലേക്ക് പാസ് ചെയ്യുന്നത്. ഒരു ആട്രിബ്യൂട്ടും പാസ് ചെയ്യേണ്ട മെത്തേഡിന്റെ നെയിമും ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ചൈൽഡ് കോമ്പോണന്റിൽ ഇത് റിസീവ് ചെയ്യണം. ചൈൽഡ് കോമ്പോണന്റിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടൺ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ബട്ടന്റെ ഓൺ ക്ലിക്ക് ഇവന്റില് ജസ്റ്റ് അവിടുന്ന് പാസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ, പാരന്റിൽ നിന്ന് പാസ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനെ റിസീവ് ചെയ്യാണ്. അപ്പൊ പ്രോപ്പർട്ടീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോപ്പർട്ടീസ് വേണം. പ്രോപ്പർട്ടീസിൽ നിന്ന് അവിടെ കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ട് എന്തായിരുന്നു? BTN ക്ലിക്ക് അല്ലെ. അപ്പൊ BTN ക്ലിക്ക് എന്ന് പറഞ്ഞ് പാസ് ചെയ്യാം. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ചൈൽഡ് കോമ്പോണന്റിലേക്ക് പാസ് ചെയ്യുന്നു. ചൈൽഡ് കോമ്പോണന്റിൽ ഓൺ ക്ലിക്ക് മെത്തേഡിൽ ഇതിനെ കോൾ ചെയ്യുവാണ്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പാടില്ല. ഇമ്മീഡിയറ്റ് നമുക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഫംഗ്ഷനെ ട്രിഗർ ചെയ്യേണ്ടത്. സോ നമ്മൾ പാരന്റിൽ നിന്ന് റെഫറൻസ് പാസ് ചെയ്യുന്നു, ജസ്റ്റ് ചൈൽഡിൽ അതിനെ റെഫർ ചെയ്യുന്നു ഓൺ ക്ലിക്കിൽ. ഓക്കെ, നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ബട്ടൺ ഒരു നെയിമും കൂടെ കൊടുക്കണം. ക്ലിക്ക് മീൻ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി
ഇവിടെ ചൈൽഡ് കോമ്പോണന്റ് വന്നിട്ടുണ്ട്. ചൈൽഡ് കോമ്പോണന്റിൽ ക്ലിക്ക് മീൻ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ വന്നിട്ടുണ്ട് അല്ലെ. ഈ ബട്ടൺ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പാരന്റ് കോമ്പോണന്റിലെ ഏത് മെത്തേഡിനെ ട്രിഗർ ചെയ്യേണ്ടത്? ഹാൻഡിൽ ക്ലിക്കിനെ ട്രിഗർ ചെയ്യണം, അലേർട്ട് വരണം. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാലോ. നമ്മൾ അലേർട്ട് വന്നിട്ടുണ്ട്, പാരന്റ് ഫംഗ്ഷനെ ട്രിഗർ ചെയ്തിട്ടുണ്ട്, അലേർട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കോമൺ ആയിട്ട് പാരന്റ് കോമ്പോണന്റും ചൈൽഡ് കോമ്പോണന്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അതായത് നമുക്ക് ഈ ഫംഗ്ഷൻ ട്രിഗർ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഡാറ്റ പാരന്റ് കോമ്പോണന്റിലെ ഫംഗ്ഷനിലേക്ക് ചൈൽഡ് കോമ്പോണന്റിൽ നിന്ന് പാസ് ചെയ്യണം എന്ന് വിചാരിച്ചു. അതെങ്ങനെയാ ചെയ്യാ? അതിന് വേണ്ടിയിട്ട് ഈ കോളിനെ നമുക്ക് ആരോ ഫംഗ്ഷൻ ആയിട്ട് മാറ്റി എഴുതണം. ആ സമയം ആരോ ഫംഗ്ഷനകത്തുനിന്നാണ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആരോ ഫംഗ്ഷൻ ആയിട്ട് ചെയ്യുന്നു. ദിസ് props ഡോട്ട് btn ക്ലിക്കിൽ ഇവിടെ ഫ്രം ചൈൽഡ് എന്നും കൂടെ കൊടുക്കേണ്ട. ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ. ഫ്രം ചൈൽഡ് എന്ന് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് ഈ പാരന്റ് കോമ്പോണന്റിലെ ഫംഗ്ഷനിൽ വരണം. എന്നിട്ട് ഒരു വേരിയബിൾ, നമുക്ക് എത്ര വേരിയബിൾസ് വേണമെങ്കിലും പാരന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാം. നമ്മളിപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു വേരിയബിൾ ആണ് പാസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എത്ര ആട്രിബ്യൂട്ട് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ചൈൽഡ് ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഹൈഫൺ ഇട്ടിട്ട് അഗൈൻ ഈ എക്സ് സിൻടാക്സ് ഡോളർ കേർലി ബ്രേസ് ചൈൽഡ് ഗ്രീറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഓക്കെ, അപ്പൊ ഇത് ചൈൽഡ് എന്ന് പറഞ്ഞ വേരിയബിളും ഇത് പാരന്റിന്റെ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയും. ഇനി ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാലോ. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാരന്റിന്റെ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ചൈൽഡ് എന്ന് പറഞ്ഞ വേരിയബിളും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് 2-വേ കമ്മ്യൂണിക്കേഷൻ നടക്കും എന്ന് പറയുന്നത്. പാരന്റിൽ നിന്ന് ഡാറ്റാസും മെത്തേഡ്സും ചൈൽഡിലേക്ക് പാസ് ചെയ്യും. ചൈൽഡിൽ നിന്ന് ആ മെത്തേഡ്സിൽ നിന്ന് ഡാറ്റ തിരിച്ച് പാരന്റിലേക്ക് റിട്ടേൺ ചെയ്യാനും പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നമ്മൾ വേഗം തന്നെ ക്ലാസ് കോമ്പോണൻസ് കംപ്ലീറ്റ് ചെയ്ത് ഹുക്സിലേക്ക് കടക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.